നമ്മുടെ ഭൂമിയുടെ ഒരു പഴയ കാലഘട്ടം. ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. അതിനുള്ള പ്രയത്നങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു കാലഘട്ടത്തില് മനുഷ്യർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെയൊക്കെ ആയിരുന്നു. മൃഗങ്ങളെയൊക്കെ കൊന്ന് ഭക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലഘട്ടങ്ങൾ മാറി കൃഷി ചെയ്യാൻ തുടങ്ങി മനുഷ്യർ. കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വിളവുകൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് കൃഷികൾ വളർത്തുവാൻ വേണ്ടിയിട്ട്, കൂടുതൽ വളർത്തുവാൻ വേണ്ടിയിട്ട് ഫാക്ടറികൾ, വളങ്ങളുടെ എല്ലാം മറ്റ് വലിയ ഫാക്ടറികളെല്ലാം ഭൂമിയിലേക്ക് വന്നു. രാസമാലിന്യങ്ങൾ ഭൂമിയിലേക്ക് ഒഴുകി നമ്മുടെ മണ്ണ് നശിക്കാൻ തുടങ്ങി. ഈ മണ്ണ് നശിക്കാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിലേക്ക് ആ മണ്ണിനെ സംരക്ഷിക്കാൻ നമ്മളുടെ എല്ലാം കാണപ്പെട്ട ദൈവമായിട്ടുള്ള TCG സാർ ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് വന്നു. നമ്മള് ഒരു എന്താ പറയാ, ഒരു പോരാളികളാണ് നമ്മൾ, അല്ലെ? മണ്ണിനെ സംരക്ഷിക്കാനായിട്ടുള്ള വലിയൊരു ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. അതിനുവേണ്ടി TCG സാർ നമുക്ക് തന്നിരിക്കുന്ന ഒരു അമൃതാണ് ഹരിത സഞ്ജീവനി. അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ മണ്ണിനെ സംരക്ഷണം. ഓരോ വീട്ടിലും മണ്ണിനെ സംരക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ 4.5 കോടി ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എത്രയോ കുടുംബങ്ങളിൽ എത്രയോ ഏക്കറുകളിലും മണ്ണ് ഫലഭൂയിഷ്ടമാകും. എന്തോരം ഓർഗാനിക് പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ ദൗത്യം, നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യം, ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ദൗത്യം മണ്ണിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ ചെടികളുടെ ആരോഗ്യം, അതുപോലെ തന്നെ മനുഷ്യരുടെ ആരോഗ്യം. ഇത് മൂന്നും കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാരതം നമുക്ക് ഇവിടെ വാർത്തെടുക്കാൻ സാധിക്കും. ഈ ദൗത്യം ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഏറ്റെടുക്കണം, ഇന്ന് തുടങ്ങണം. ഈ ആഗസ്റ്റ് 15 അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നമ്മളുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ടി വളരെയധികം ഊർജസ്വലമാകും. അതില് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റാണ് ഹരിത സഞ്ജീവനി. ഇത് നമുക്ക് 375 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്, 750 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്. 375 ഗ്രാമിന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഏക്കറിലേക്ക് ഉപയോഗിക്കാം. 750 ഗ്രാമിന്റെ പാക്കറ്റ് 1 ഏക്കറിലേക്ക് ഉപയോഗിക്കാം. ഈ പാക്കറ്റിനകത്ത് 4, അതായത് ഈ ഒരു ബോക്സിനകത്ത് 4 പാക്കറ്റുകളുണ്ട്. 1, 2, 3, 4 എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ മണ്ണിലെ വിത്ത് പാകി കായ്ഫലം ഉണ്ടാകുന്നത് വരെ പ്രയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ 4 പാക്കറ്റുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ: പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചിരിക്കുന്നു, രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു, വേരുകളുടെ വളർച്ചയും ചെടിയുടെ വളർച്ചയും മെച്ചപ്പെടുത്തുന്നു, മണ്ണിന്റെ ആരോഗ്യവും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നു, പൂക്കളും കായ്ഫലവും സമതുലിതമായി നടക്കാൻ സഹായിക്കുന്നു, വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പൊ അത് ഓരോ പാക്കറ്റുകളും എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹരിത സഞ്ജീവനിയുടെ 4 പാക്കറ്റ് ഉള്ളതിൽ ഒന്നാമത്തെ പാക്കറ്റ് നമ്മൾ വളത്തോടൊപ്പം അല്ലെങ്കിൽ 30-40 കിലോ ഉണങ്ങിയ മണ്ണിൽ കലർത്തി ഉപയോഗിക്കാം. ഈ ഉണങ്ങിയ മണ്ണിൽ ഇത് ഉപയോഗിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പാക്കറ്റിൽ കറുത്ത തരികളാണ്, പൊടി പോലത്തെ ഒരു ഇതാണ്. അത് ഒരു വെള്ളം നനവ് വീണ് കഴിഞ്ഞാൽ അത് ടാറ് പോലെയാവും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഉണങ്ങിയ ശരിക്കും ഉണങ്ങിയ മണ്ണിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നൽകാം. പിന്നെ ഇത് മണ്ണിൽ പ്രയോഗിച്ചതിന് ശേഷം ഉടനടി നനയ്ക്കണം, എന്നാലേ ഇത് ശരിക്കും മണ്ണിലേക്ക് ലയിക്കുള്ളൂ. ശരിക്കും ടാറ് രൂപത്തിൽ പോലെയാവും. ഞാനൊരു ഷോപ്പില്, അന്നമനോட ഷോപ്പില് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഈ ഒന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ച് അതൊരു വെള്ളത്തിൽ ലയിപ്പിച്ച് ഞാൻ അവിടെ കാണിച്ചു കൊടുത്തു ഞാൻ അവർക്ക്. അപ്പൊ അത് നമ്മൾ
ഉപയോഗിച്ചാലുള്ള ഗുണം ഒക്കെ പറയാം. മരങ്ങൾക്കാണെങ്കിൽ 2-10 ഗ്രാം മരത്തിന്റെ പ്രായം അനുസരിച്ചിട്ട് 5-15 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേരിന് സമീപം 1.5 അല്ലെങ്കിൽ 2 അടി അകലത്തിൽ ഒഴിക്കുക. 2 അടി അകലത്തിൽ ഒഴിക്കുമ്പോൾ മരത്തിന്റെയൊക്കെ 2 അടി അകലത്തിൽ ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്ന ഭാഗം റൗണ്ട് ചെയ്ത് ഒരു ചെറിയ ഒരു 1/2 അടി താഴ്ചയിലോ അല്ലെങ്കിൽ 1 അടി താഴ്ചയിലോ ഒരു തോട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒഴിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അതെന്തിനാ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒഴിക്കുന്ന സാധനം പുറത്തേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിന്റെ മുകളിലും മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് പച്ചിലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇനി 1-ഘട്ട പ്രയോജനങ്ങൾ. ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കും. മണ്ണിൽ കലരാൻ പ്രയാസമുള്ള ധാതുക്കളെ എല്ലാം അത് അലിയിപ്പിക്കുന്നു കേട്ടോ. മണ്ണിൽ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മണ്ണ് ഒരു എന്താ പറയുക, ഒരു സ്പോഞ്ച് ഇളകി മറിഞ്ഞ് ഇരിക്കുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റും. മണ്ണിലെ ജൈവ കാർബൺ വർദ്ധിപ്പിക്കും. മണ്ണ് എപ്പോഴും ഇങ്ങനെ കരി പോലത്തെ നല്ല ഈ ഞാഞ്ഞൂളുകളൊക്കെ ഇഴയാൻ പറ്റിയ രീതിയിലുള്ള മണ്ണ് ആക്കി മാറ്റും. അതാണ് ജൈവ കാർബൺ എന്ന് ഉദ്ദേശിക്കുന്നത്. വിളയ്ക്ക് ധാരാളം പോഷകങ്ങൾ നൽകും. ഇതൊക്കെ 1-ാമത്തെ പാക്കറ്റിന്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കും. മണ്ണില് അതിന്റെ വേരുകളൊക്കെ ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആഴ്ന്ന് താഴേക്ക് പോകാനായിട്ട് സഹായിക്കും. ചെടിയുടെ വെളുത്ത വേരുകൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാക്കും. നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം. ആ കാണുന്ന രീതിയിൽ ചെടിയുടെ വേരുകളൊക്കെ ഇങ്ങനെ ആഴത്തിലേക്ക് പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുകളിലേക്കുള്ള വളർച്ച ഭയങ്കര ശക്തമായിട്ട് വരും. ദോഷകരമായ ലവണത്തിന്റെ അളവ് കുറയ്ക്കും. ഈ AI പോസ്റ്റ് ഉണ്ടാക്കിയ കാരണം ചില അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് സദയം എല്ലാവരും ക്ഷമിക്കുക. ദോഷകരമായ ലവണത്തിന്റെ അളവ് കുറയ്ക്കും. ഉപകാരകരമായ സൂക്ഷ്മജീവികൾ മണ്ണിൽ വളരാൻ ഇടയാക്കുന്നു. സൂക്ഷ്മജീവികൾ മണ്ണിൽ വളർന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ ഒരു ട്രാക്ടറിന്റെ പ്രവർത്തനം അവർ ചെയ്യും. മണ്ണ് എപ്പോഴും അടിയിൽ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സൂക്ഷ്മജീവികൾ ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ ഈ വേരുകളൊക്കെ പട്ടപട്ടപെട്ടാന്ന് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ചെടി പെട്ടെന്ന് വളരാനായിട്ടുള്ള ഒരു സംവിധാനം കിട്ടും ഈ സൂക്ഷ്മജീവികൾ മണ്ണിന്റെ അടിയിലുള്ളപ്പോൾ. അവിടെ രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സൂക്ഷ്മജീവികൾ വളരാനായുള്ള സാധ്യത കുറവായിരിക്കും. മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതാണ് 1-ാം ഘട്ടത്തിന്റെ ഗുണങ്ങൾ. ഇനി നമ്മൾ 2-ാം ഘട്ടത്തിലേക്കാണ് പോകുന്നത്. 2-ാം ഘട്ടം ഉപയോഗിക്കേണ്ടത് 100 ഗ്രാമിന് 1 ഏക്കറിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1-2 ഗ്രാം കലർത്തി തൈകൾക്ക് സ്പ്രേ ചെയ്യുക. അതാണ് അതിന്റെ കണക്ക് കേട്ടാ. 100 ഗ്രാം 1 ഏക്കറിൽ. അതിന്റെ കണക്ക് ഇങ്ങനെയാണ്: 1 ലിറ്റർ വെള്ളത്തിൽ 1-2 ഗ്രാം കലർത്തി തൈകൾക്ക് സ്പ്രേ ചെയ്യുക. തൈകളുടെ ഇലകളിലേക്ക്, അതായത് 2-ാമത്തെ പാക്കറ്റ് തൈകളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യണം. അങ്ങനെ സ്പ്രേ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. വേരുകൾ പുഷ്ടിയോടെ വളരും. കാരണം ഈ ഇലകളിലൊക്കെ നല്ല പച്ചപ്പൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഹരിതകമൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഈ രണ്ടാം ഘട്ടത്തില് നമ്മുടെ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെയൊക്കെ വലിപ്പം വർദ്ധിപ്പിക്കും. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, അപ്പൊ നമുക്കറിയാൻ പറ്റും. അത് ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇലകളുടെയൊക്കെ വലിപ്പം വർദ്ധിപ്പിക്കും. ഇലയൊക്കെ നല്ല കരിയും പച്ചയായിരിക്കും. ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള ശക്തി കൂടുതൽ കിട്ടുമ്പോൾ വേരുകളൊക്കെ നല്ല ആഴത്തിലേക്ക് ഇറങ്ങും. ചെടിയുടെ സന്തുലിത വളർച്ച ത്വരിതപ്പെടുത്തുന്നു കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്യാൻ എടുക്കുന്ന കുപ്പിയുമേ നമ്മൾ 2 നമ്പർ ഇടണം. 2 എടുക്കുന്ന കുപ്പി എന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 നമ്പർ ഇട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് അതിനകത്ത് ഇപ്പൊ ഈ 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് സ്പ്രേ ചെയ്യാം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ ഈ പറഞ്ഞ പോലെ 1 സ്പൂണിന്റെ തണ്ടില് 1-ാമത്തെ പാക്കറ്റ് എടുത്ത് മണ്ണിൽ കലർത്തി അതിനകത്ത് വിത്ത് പാവി മുളച്ച്
രണ്ടാമത്തെ പാക്കറ്റ് വരുമ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് ആ വിത്ത് മുളച്ച് ഇലയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് എടുത്തിട്ടും ഈ 1-2 ഗ്രാം എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് ഈ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗിലൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ പാക്കറ്റ് ഒരു സ്പൂണിന്റെ 2-ൽ-1 നുള്ളെടുത്താൽ മതി. അത് എപ്പോഴും ഓർമ്മ വേണം കേട്ടാ. ഓക്കെ. ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഈ ഹരിത സഞ്ജീവനി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. രണ്ടാമത്തെ, വർദ്ധിതമായ പ്രകാശ സംശ്ലേഷണം മൂലം കൂടുതൽ ധാന്യോൽപാദനം ഉണ്ടാക്കുന്നു. അതായത് ഈ ഇലകളിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സൂര്യപ്രകാശം ഇലകളിൽ ഏറ്റ് കഴിഞ്ഞാൽ ആ ഹരിതകത്തിലൂടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും. അതാണ് ഈ പറയുന്നത് 4-ാമത്തെ പോയിന്റ്. ഓക്കെ. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ പുഷ്പങ്ങളിലേക്കാണ് അത് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. പുഷ്പങ്ങളുടെ സന്തുലിത വളർച്ചയ്ക്ക് നമ്മുടെ പാക്കറ്റ് 150 ഗ്രാം ആണ് അതിനകത്തുള്ളത്. അത് 1 ഏക്കറിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ഗ്രോ ബാഗ് മറ്റ് ചെറിയ പച്ചക്കറി കൃഷികളിലേക്കാണെങ്കിൽ 1-2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ഇത് ഈ പൂക്കളില് ഇങ്ങനെ പൂക്കളിൽ സ്പ്രേ ചെയ്താലുള്ള ഗുണങ്ങള് വിളയുടെ ശാഖകളൊക്കെ വർദ്ധിപ്പിക്കും. നമ്മൾ ചെടികളുടെ ശിഖരങ്ങളൊക്കെ കൂടുതൽ വരും. ഉണ്ടായിരിക്കുന്ന പൂക്കളെല്ലാം പെൺപൂക്കളാവും. പെൺപൂക്കളായി കഴിഞ്ഞാൽ കായ് ഇഷ്ടം പോലെ ഉണ്ടാവും. ആൺപൂവും പെൺപൂവും ഉണ്ട്. അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെൺപൂക്കളായിട്ട് മാറും. അപ്പൊ നമ്മള് ഈ എന്താ പറയുക, തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ട, കുമ്പളങ്ങ, മത്തങ്ങ, ഇതിനൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൂക്കൾക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം പെൺപൂക്കളായിട്ട് വരുമ്പോൾ ഒറ്റ പൂക്കളും കൊഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ്. എല്ലാം കായായിട്ട് മാറും. വിള പുഷ്ടിയോടെ വളർന്ന് കാർബണും നൈട്രജനും തമ്മിലുള്ള അനുപാതം കാത്തു സൂക്ഷിക്കും ഈ 3-ാം ഘട്ടം. പ്രതികൂല കാലാവസ്ഥയിൽ ചെടികളിൽ പുഷ്പങ്ങളുടെയും ഇലകളുടെയും സഹനശേഷി വർദ്ധിപ്പിക്കുന്നു. അതെന്താന്ന് മനസ്സിലായോ? കടുത്ത ചൂടിലൊക്കെയാണ് നമ്മളുടെ ഈ കൃഷി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇത് ഈ ഹരിത സഞ്ജീവനി ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നല്ല വെയിലത്ത് നമ്മൾ യാത്ര ചെയ്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെയാണ് ചെടികൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഇലകളൊക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ തളർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ വരും. പക്ഷെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് ആ ചൂടിനെ സഹിച്ച് നിൽക്കാനുള്ള കഴിവ് അതിന് കിട്ടും. എപ്പോഴും നമ്മൾ ചെടികളെ പരിപാലിക്കുമ്പോൾ നമ്മുടെ മക്കളെ പോലെ തന്നെ പരിപാലിക്കുക. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ചെടികൾ നമ്മളെ തൊട്ട് വിളിക്കുന്ന ഒരു അവസ്ഥയും അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. അതൊക്കെ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഓക്കെ. 4-ാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ഗ്രാം 1 ഏക്കറിൽ. അത് നമ്മൾ വീട്ടിൽ കൃഷികളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കുപ്പിക്ക് നമ്മൾ 2 നമ്പർ ഇട്ടു. പൂക്കളുടെ സ്പ്രേ ചെയ്യുന്ന കുപ്പിക്ക് 3 നമ്പർ ഇടണം. കായ് ഫലത്തിന്മ സ്പ്രേ ചെയ്യാൻ പോണ കുപ്പിക്ക് 4 നമ്പർ ഇടണം. എന്നിട്ട് അത് ഓരോ 15 ദിവസങ്ങൾ അല്ലെങ്കിൽ 20 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളിത് മാറി സ്പ്രേ ചെയ്യുമ്പോൾ കുപ്പി തമ്മിൽ മാറിപ്പോകരുത്. കാരണം നേരത്തെ അടിച്ചതിൻ്റെ എന്തെങ്കിലും ആ ഒരു ഓരോന്നിനും ഓരോ പോഷകങ്ങളാണല്ലോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊന്നും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കുപ്പി കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറയുന്നത് നമ്പർ ഇട്ട്. അപ്പൊ പോഷകാംശങ്ങൾ കൃത്യമായി ഇലകളിലും ഫലങ്ങളിലും എത്തിക്കാൻ സഹായിക്കും ഈ 4-ാം ഘട്ടം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ. ചെടിക്ക് വേണ്ട വെള്ളവും വളർച്ചയും സമതുലനം ചെയ്ത് ഇല കൊഴിച്ചിലൊക്കെ നിയന്ത്രിക്കും. ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ ഫലങ്ങളായിട്ട് മാറും. ആ കായ്ഫലങ്ങളൊക്കെ നല്ല എന്താ പറയണേ, അടിപൊളി കായ്ഫലമായിട്ട് മാറും. ആരോഗ്യമുള്ള കായ്ഫലങ്ങൾ ലഭിക്കും തന്നെയാണ് പറയുന്നത്. കാരണം അത് പാവയ്ക്കയും പീച്ചിങ്ങയും വഴുതനങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള കായ്ഫലങ്ങളായിട്ട് ചെയ്ത് നോക്കിക്കോ. ധൈര്യമായിട്ട് ഇത് വാങ്ങി ഉപയോഗിച്ചോ. നല്ല റിസൾട്ടാണ്.
പിന്നെ 2, 3, 4 പാക്കറ്റുകളുടെ ഒരു പൊതുവായ വിവരണം. ഇപ്പൊ നമ്മൾ ഇതിന്റെ 2, 3, 4 പാക്കറ്റ് ഉപയോഗിച്ചില്ലേ, പ്രോട്ടീൻ സമൃദ്ധമായ വസ്തുക്കളിലും വേർതിരിച്ച അമിനോ ആസിഡുകളുടെയും ശുദ്ധമായ എൻസൈമുകളുടെയും ഒരു പ്രത്യേക തരം മിശ്രിതമാണ് ഈ 2, 3, 4 പാക്കറ്റുകളിൽ ഉള്ളത്. ഇത് കീടനാശിനി, കുമിൾനാശിനി ഇതോടൊപ്പം കലർത്തി സ്പ്രേ ചെയ്യാം. ക്ഷാരമുള്ള രാസപദാർത്ഥങ്ങൾ, ആൽക്കലൈൻ കെമിക്കലുകൾ ഇവയുമായിട്ടൊന്നും ചേർക്കാൻ പാടില്ല ഈ 2, 3, 4 പാക്കറ്റുകൾ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിരവധി കീടങ്ങളുടെ നശീകരണ പ്രക്രിയ തടഞ്ഞ് ചെടികളെ പുഷ്ടിയോടെ വളർത്തുന്നു. കായ്ഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ തീവ്രത കുറയുന്നു. അതായത് രാവിലെ 10 മണിക്ക് മുമ്പോ വൈകിട്ട് 5 മണിക്ക് ശേഷമേ ഇത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയി ഒന്നും സ്പ്രേ ചെയ്യരുത്. രാവിലെ 10 മണിക്ക് മുമ്പോ വൈകിട്ട് 5 മണിക്കും ശേഷമേ ഇത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. 2, 3, 4 പാക്കറ്റുകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണിൽ ഈർപ്പുണ്ടായിരിക്കും. അതായത് തടത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവണം കേട്ടോ. തടത്തില് വെള്ളം നനവില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ പോലെ തന്നെ ചെടികളെ പരിപാലിക്കണം. അപ്പോഴും ആ ചെടികളും നമ്മളോട് സ്നേഹം കാണിച്ച് ധാരാളം കായ്ഫലങ്ങൾ തരുള്ളൂ. അവരാവശ്യപ്പെട്ടോളും ഇന്നത് എനിക്ക് വേണം എന്നുള്ളത്. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് പറയും ചെടികൾ. അതൊന്ന് പരീക്ഷിച്ച് നോക്കി. 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. വിള സമൃദ്ധി ഉയരും. പച്ചപ്പ് ധാരാളമായിട്ടുണ്ടാകും. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ധാരാളം പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ അത് കാണാനും ഒരു ഭംഗി, ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും. നമ്മുടെ തോട്ടത്തിലിറങ്ങി നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ പറിക്കുമ്പോൾ ഉള്ള ആ ഒരു ആനന്ദം, എന്താ പറയണേ, ഓർഗാനിക് അല്ലേ? അപ്പൊ ആ ഒരു സുഖം നമുക്ക് വേറെ എങ്ങും കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് എല്ലാവരും പരീക്ഷിക്കണം നാളെ മുതൽ. ഓരോ വിളകളിൽ ഇതെങ്ങനെ പരിചരിക്കാം. ഇപ്പൊ ഞാനിവിടെ തക്കാളി, വഴുതന, മുളക്, വെണ്ട, പാവല്, മത്തൻ, വെള്ളരി, ചുരയ്ക്ക, തണ്ണിമത്തൻ, പയറ്. വിളയിറക്കി 15 ദിവസം മുതൽ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കുപ്പി സ്പ്രേ ചെയ്യണം. മൂന്നാമത്തെ കുപ്പി ആദ്യം തളിച്ച് 15 ദിവസത്തിന് ശേഷം, നാലാമത്തത് രണ്ടാമത് തളിച്ച് 15 ദിവസത്തിന് ശേഷം. അതായത് ഓരോ 2, 3, 4 കുപ്പികൾ ഈ ദിവസങ്ങളുടെ ഗ്യാപ്പ് അനുസരിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി ഗോതമ്പ്, നെല്ല്, പരുത്തി, ഇഞ്ചി, മഞ്ഞൾ, സോയാബീൻ, നിലക്കടല, കടുക്, ബാർലി, മുതിര, തിന, ചോളം, ബീൻസ് ഇവയ്ക്ക് ഇതുപോലെ തന്നെ വിളയിറക്കി 25 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്യാം. ആദ്യം രണ്ടാമത്തെ പാക്കറ്റ്, മൂന്നാമത്തത് ആദ്യം തളിച്ച് 15 ദിവസത്തിന് ശേഷം സ്പ്രേ ചെയ്യുക. നാലാമത്തത് രണ്ടാമത് തളിച്ച് 15 ദിവസത്തിന് ശേഷം സ്പ്രേ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടാ. കുപ്പികൾക്കൊക്കെ നമ്പർ ഇട്ടേക്കണം. നമ്പറൊന്നും മാറിപ്പോകരുത് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ. ഇങ്ങനെ പരിചരിക്കാം. തെങ്ങ്, മാവ്, സപ്പോട്ട, പുളി, ബെറി, നെല്ലി, അത്തിപ്പഴം, കശുമാവ്, പേര, മധുരനാരങ്ങ, ഓറഞ്ച്, നാരങ്ങ, ആപ്പിള്. ഇത് ഇപ്പൊ തെങ്ങിൻ തൈയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. തെങ്ങിനുള്ളത് വേറെ പറഞ്ഞുതരാം. വിള നട്ട് 40 ദിവസം കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്യുക. ആദ്യത്തെ തളിച്ച് 30 ദിവസത്തിന് ശേഷം, രണ്ടാമത്തെ തളിച്ച് 20 ദിവസത്തിന് ശേഷം. ഓക്കെ. വാഴ, ഓമയ്ക്ക, പൈനാപ്പിൾ എങ്ങനെ പരിചരിക്കാം. പൂക്കൾ വരുന്ന സമയത്ത് തളിക്കണം. ആദ്യത്തെ തളിച്ച് 20 ദിവസത്തിന് ശേഷം, രണ്ടാമത് തളിച്ച് 20 ശേഷം. അങ്ങനെ 2, 3, 4 മാറി മാറി ഇത് ഉപയോഗിക്കണം. തേയില, കാപ്പി, പുഷ്പങ്ങള് വിളവെടുപ്പിന് 30 ദിവസം മുമ്പ് ചെയ്യേണ്ട സ്റ്റേജ് 2, 3, 4. വിളവെടുപ്പിന് 30 ദിവസം മുമ്പ് തളിക്കുക. ആദ്യത്തേത് 15 ദിവസം ഇടവിട്ട് തളിക്കുക. രണ്ടാമത്തെ തളിച്ച് 15 ദിവസത്തിനിടവിട്ട് നാലാമത്തെ പാക്കറ്റിൽ എടുത്ത് തളിക്കുക. തെങ്ങുകളിലും മറ്റു മരങ്ങളിലും ഇതെങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ ഒരു തെങ്ങിന്റെ ചോട്ടിൽ നിങ്ങൾ 1-2 അടി വരെ ആഴമുള്ള കുഴികളിൽ ഈ മിശ്രിതം, അതായത് 2, 3, 4 കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം. 2, 3, 4 കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം.
മിക്സ് ചെയ്തിട്ട് തെങ്ങിന് ചുറ്റും ഒരു തടം ആ തെങ്ങിന്റെ തടത്തിന് ചുറ്റും 1-2 അടി വരെ ആഴമുള്ള കുഴി ആയിട്ട് ഇങ്ങനെ എടുക്കുക. അത് വേണമെങ്കിൽ വട്ടത്തിലുള്ള കുഴിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സ്പോട്ട് തിരിച്ച് വേണമെങ്കിൽ കുഴി എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. 2 ഗ്രാം എടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 2 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഇതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ 2 വർഷം 5 വർഷം 5-ൽ കൂടുതൽ വർഷം 2 ഗ്രാം 5 ഗ്രാം 10 ഗ്രാം എന്നുള്ള ഗ്യാപ്പിൽ ഈ വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ട് നമുക്ക് ഒഴിക്കാം. തെങ്ങിനൊക്കെ നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടികളിൽ എങ്ങനെയാണോ ചെയ്ത പച്ചക്കറി അതേ അനുഭവം തന്നെ തെങ്ങിലുണ്ടാവും. തെങ്ങിന്റെ ചൊട്ടയിലുള്ള പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ പൂക്കളെല്ലാം പെൺപൂക്കളായിട്ട് മാറി എല്ലാം വെള്ളയ്ക്കൊക്കെ നല്ലോണം പിടിക്കും. വെള്ളയ്ക്ക കൊഴിഞ്ഞു പോകാതെ നല്ല തേങ്ങയായിട്ടൊക്കെ മാറും. അത് തന്നെ മറ്റു മരങ്ങളിലൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ ഇപ്പൊ ഗിരീഷ് സാർ പറഞ്ഞ പോലെ ഗിരീഷ് സാറിന്റെ വീട്ടിലെ ആ ഒരു മരം ഉണ്ടല്ലോ, അതിന്റെ എന്തായിരുന്നു, റംബൂട്ടാനും ഒക്കെ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാം. ഇതുപോലെ ഈ ജാതി ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ പാക്കറ്റിന്റെ കാര്യം മറക്കരുത്. ആദ്യത്തെ പാക്കറ്റും കൂടി നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ തൈകൾ തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഒന്നാമത്തെ പാക്കറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ. ഇനി താഴെ വിവരിക്കുന്ന കാരണങ്ങളാൽ ഹരിത സഞ്ജീവനി ഫലപ്രദമാകില്ല. പ്രത്യേകം ശ്രദ്ധിക്കണത്, ഞാൻ ഈ ഹരിത സഞ്ജീവനിയുടെ പാക്കറ്റ് മേടിച്ചിട്ട് എനിക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല എന്ന് പറയരുത്. അങ്ങനെ ഗുണം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിളകൾക്ക് കുറവായി കിടക്കുന്ന ജലസേചനം. ചില നാടുകളിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഡിണ്ടികളിൽ അവിടെ കൃഷിയാണ് പ്രധാനം. പക്ഷെ അവർ മഴയെ ആശ്രയിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. മറ്റു കുഴൽക്കിണർ വെള്ളമൊന്നും ഉപയോഗിച്ച് അവർ കൃഷി ചെയ്യില്ല. മഴവെള്ളം ശുദ്ധമായ വെള്ളമാണ്. അപ്പം മണ്ണിൽ ജൈവാണുക്കൾ കൂടുതൽ ഉണ്ടാവും എന്ന കിണറാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നല്ല ജലസേചനം ഉള്ള സ്ഥലത്ത് മാത്രമേ ഇത് ഫലപ്രദമാവുള്ളൂ. വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇത് ഫലപ്രദമാകില്ല. പിന്നെ ഈർപ്പം കുറഞ്ഞതോ കൂടിയോ ഇരിക്കുന്നത്, അതായത് ഇപ്പൊ ഈർപ്പം കൂടിയോ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മണ്ണിങ്ങനെ നനഞ്ഞ് വെള്ളം കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വെള്ളം കയ്യിൽ വരുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഇത് ഫലപ്രദമാകില്ല. പിന്നെ ഊഷ്മാവും ഭയങ്കര വെയിൽ ഉള്ള സ്ഥലത്ത് ഇത് ഫലപ്രദമാകില്ല. പിന്നെ വിളയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള മണ്ണ്, കൂടുതൽ രാസമാലിന്യങ്ങളും ഓയിലിന്റെ അംശമൊക്കെ കൂടുതലുള്ള മണ്ണുകളിലൊന്നും ഇത് ഫലപ്രദമാകില്ല. മണ്ണിനും ഒരു എന്താ പറയുക, pH വാല്യൂ ഒരു മണ്ണ്, അത് മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും കൃഷിക്ക് പറ്റിയ മണ്ണാണോ എന്നുള്ളത്. അത് എനിക്ക് കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുവാശ്ശേരിയിലുള്ള അശോകൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. കാരണം അദ്ദേഹം മണ്ണ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഓക്കെ. കൃഷിയിൽ കൃഷിയിൽ അധികമായി കാണുന്ന കളകൾ, നമ്മൾ കൃഷി ചെയ്തിട്ട് അതിന് ചുറ്റും കാട് കയറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫലപ്രദമാകില്ല. കീടങ്ങളെ നിയന്ത്രിക്കാതിരിക്കാൻ, കീടങ്ങൾ അമിതമായിട്ടുള്ള സ്ഥലത്ത് ഇത് ഫലപ്രദമാകില്ല. തളിക്കുന്നത് വിളയുടെ നിർദ്ദിഷ്ട ഘട്ടങ്ങളിൽ അല്ലാതിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ രാവിലെ സൂര്യൻ ഉദിച്ച് രാവിലെ 10 മണിക്ക് മുമ്പ് സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യണം. ഓക്കെ. ഇനി അടുത്തതാണ് സ്പ്രേ മാക്സ്. അപ്പൊ നമ്മൾ ഹരിത സഞ്ജീവനിയെ കുറിച്ച് നമ്മൾ ഏതാണ്ട് കുറെ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതാണ് സ്പ്രേ മാക്സ്. ഇത്
ഇലകളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കി സ്പ്രേ കൂടുതൽ ഫലപ്രദമാക്കി അതിനൂതന സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയതാണ്. ലായനിയുടെ പ്രതലബലം കുറച്ച് സ്പ്രേ വളരെ വേഗത്തിൽ പരക്കാനായിട്ട് സഹായിക്കുന്നു. ഇലയിൽ ദ്രാവകം നന്നായി ഒട്ടിപ്പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഒഴുകിപ്പോകുന്ന ദ്രാവകത്തിന്റെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഓരോ സാധനങ്ങൾ ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകും. അപ്പൊ അതിനെ ഒന്ന് തടഞ്ഞ് ഇലയിൽ നിർത്തി ഒന്നും കൂടി ഗുണകരമാക്കുന്ന ഒരു സാധനമാണിത്. ഇത് നമ്മൾ ഏതൊക്കെ സാധനങ്ങൾ സ്പ്രേ ചെയ്യുന്നുണ്ടോ ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പ്രേ ചെയ്യുന്ന സാധനം പെട്ടെന്ന് എഫക്ട് ചെയ്യും. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഹരിത സഞ്ജീവിനി 2, 3, 4 ഘട്ടം പ്രയോഗിക്കുമ്പോൾ, ഇപ്പൊ ഏക്കർ കണക്കിനുള്ള സ്ഥലത്താണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 100 ലിറ്ററിന് 50 മില്ലി ചേർക്കുക. ഒരേക്കറിലാണെങ്കിൽ 500 മില്ലി ഉപയോഗിക്കാം. ഈ സൂക്ഷ്മ പോഷക ഘടകങ്ങളെയും വളത്തിന്റെയും വേരിലേക്ക് വേഗം എത്തിക്കാനായിട്ട് ഇത് സഹായിക്കും. കാരണം ഇതൊരു ഈ സ്പ്രേ മാക്സ് ഇപ്പൊ ഹരിത സഞ്ജീവനിയുടെ 2, 3, 4 നമ്മൾ സ്പ്രേ ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സ്റ്റിക്കർ പോലെ ഇത് അവിടെ പതിഞ്ഞിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞുതരാം. അതിന് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്പ്രെഡർ ഇതിന് സ്പ്രെഡർ, സ്റ്റിക്കർ, പെനിട്രേറ്റിന്റെ, ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ്. ഇംഗ്ലീഷിന് ഇത്തിരി വിവരം കുറവുണ്ട്, അതുകൊണ്ടാണ് ഈ ഓരോന്ന് വായിക്കുമ്പോൾ ചിലപ്പോ ഇതൊക്കെ മാറിപ്പോണേ, അത് നിങ്ങൾ ക്ഷമിക്കണേ. അപ്പൊ സ്പ്രെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ ലായനി ഇലയുടെ മേൽ നന്നായി പരക്കാൻ സഹായിക്കും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് കേട്ടാ. ഇതിനകത്ത് തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട്. അത് സ്പ്രേ ചെയ്ത ലായനി ഇലയിൽ നന്നായി ഒട്ടിപ്പിടിക്കാൻ സഹായിക്കും. പെനിട്രേറ്റിന്റെ ലായനി ചെടിയുടെ ഉപരിതലത്തിലൂടെ നന്നായി പ്രവേശിക്കാൻ സഹായിക്കും. ചെടിക്കകത്തേക്ക് ഈ ലായനി ഇതിന്റെ ഗുണങ്ങൾ പ്രവേശിക്കാനായിട്ട് ഇതിന്റെ 3-ാം ഘട്ടം സഹായിക്കും. ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ് സ്പ്രേ ചെയ്യുമ്പോൾ ചെറുതുള്ളികൾ കാറ്റിൽ പറന്ന് പോകുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ അതാണ് ഈ സ്പ്രേ മാക്സിന്റെ 4 കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത് ധൈര്യമായിട്ട് ഇതും കൂടി ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ചെടിയിൽ സ്പ്രേ ചെയ്യാൻ എടുക്കുന്നുണ്ടോ അതിന്റെ കൂടെ ഈ സാധനം കൂടി മേടിച്ചോ. സ്പ്രേ ചെയ്യുന്ന ഏത് സാധനം മേടിക്കുകയാണെങ്കിൽ ഒപ്പം ഇതും കൂടി മേടിക്കണം കേട്ടോ. അപ്പൊ വളരെ പെട്ടെന്ന് അത് ഗുണം ചെയ്യും സ്പ്രേ മാക്സ്. ഓക്കെ, അടുത്തത് ഹരിത സഞ്ജീവിനി സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ. അതിന്റെ കളർ എന്ന് നോക്കിയ ഒരു ചാണപ്പൊടിയുടെ കളർ പോലെ തോന്നുന്നില്ലേ? എല്ലാത്തരം മണ്ണിന്റെയും പരമ്പരാഗത കൃഷി രീതിയിൽ നിന്ന് ചെടികളുടെ വളർച്ചയിൽ കാർബണിന്റെ ആവശ്യകത കണക്കിലെടുത്ത് അതിനൂതന സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണത്. അതായത് ഈ മണ്ണിൽ കൂടുതൽ ഈ സൂക്ഷ്മാണുക്കളൊക്കെ വളരാനായിട്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഈ ഞാഞ്ഞൂലിനെയൊക്കെ വളർത്തിയെടുക്കാനും മണ്ണിലൊരു ട്രാക്ടർ പരിഭവം ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ ഇത് പറ്റും. നല്ലൊരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെടുക്കാനായിട്ട് ഈ സോയിൽ ഹെൽത്ത് ഉപകരിക്കും. മണ്ണിൽ പ്രയോഗിക്കുന്ന രാസജൈവ വളങ്ങൾ പൂർണ്ണമായി ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഏത് വളമാണോ നിങ്ങൾ ഇടുന്നത് അതിന്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വളത്തെ പൂർണ്ണമായിട്ട് ആ ചെടികളിലേക്ക് വലിച്ചെടുക്കാനായിട്ട് ഇത് സഹായിക്കും. മണ്ണിൽ വളരുന്ന അണുക്കൾക്കും മിത്രകീടങ്ങൾക്കും ആവശ്യമുള്ള ആഹാരം ലഭിക്കുന്നതിലൂടെ അവയുടെ പ്രത്യുൽപാദനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഏത് കൃഷി ചെയ്യുമ്പോഴും മണ്ണിലെ ജൈവാണുക്കൾ ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ചെടിക്ക് വളരാനായിട്ടുള്ള ഒരു സാധ്യത, അതായത് ഈ വേരുകളൊക്കെ ഇങ്ങനെ ഓടി എല്ലാ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെ ആയിട്ടുള്ള ഇതുണ്ടാക്കുന്നത് ഈ മണ്ണിന്റെ അടിയിലെ ജൈവാണുക്കളാണ്. മണ്ണിൽ ജൈവാണുക്കൾ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെടി വളരാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ സോയിൽ ഹെൽത്ത്
നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. മണ്ണിന്റെ ഭാരത്തിന്റെ 7 ഇരട്ടിയോളം ജലം ഉൾക്കൊള്ളാൻ പ്രാപ്തമാക്കുന്നത്. ധാരാളം വെള്ളത്തെ അവിടെ നമ്മൾ ഒഴിക്കുന്ന ആ വെള്ളത്തിനേക്ക് അവിടെ തടഞ്ഞു നിർത്തി നല്ല എന്താ പറയണേ, മണ്ണെപ്പോഴും ഒരു നനവുള്ളതാക്കി മാറ്റും. പുഷ്ടിയും വർധനയും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് 100% ജൈവ ഉൽപ്പന്നമാണ്, കെമിക്കലില്ല കേട്ടോ. ഇതെങ്ങനെ പ്രയോഗിക്കാം? ഏതെങ്കിലും വളത്തിലോ കീടനാശിനിയിലോ കലർത്തിയോ വെള്ളത്തിൽ ലയിപ്പിച്ചോ നമുക്കിത് മണ്ണിൽ മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മണ്ണിൽ ഒരുപാട് വളങ്ങൾ തെങ്ങിനും മറ്റ് നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അതിനൊക്കെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 1 ഏക്കറിന് 40-50 കിലോ മണ്ണുമായി കലർത്താം കേട്ടോ. പച്ചമണ്ണ് ആയിരിക്കരുത്. എപ്പോഴും ഉണങ്ങിയ മണ്ണിൽ ഇത് മിക്സ് ചെയ്തിട്ട് തൂകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പച്ചമണ്ണൊക്കെ ആയി കഴിയുമ്പോൾ അതിന്റെ നനവ് വരും. അതിനുശേഷം വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുത്താൽ മതി. 500 ഗ്രാം 100 ചെടിക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ 100 ഗ്രോ ബാഗ് അല്ലെങ്കിൽ 100 ചട്ടിയിൽ നമ്മൾ വീട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 500 ഗ്രാം ഉപയോഗിക്കാം കേട്ടോ. ഇട്ട ശേഷം എപ്പോഴും നന്നായി നനയ്ക്കണം കേട്ടോ. അത് പ്രത്യേകം ഓർമ്മ വേണം. അതുകൊണ്ട് ഇത് മാത്രം ഇട്ടിട്ട് നനയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ഒരു മനുഷ്യന് വെള്ളം വേണ്ടേ? നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ കഴിക്കുമ്പോൾ വെള്ളം വേണ്ടേ? വെള്ളമില്ലാതെ ഇത് കഴിക്കരുത് എന്നാണ് ഡോക്ടർ രാജൻ സാറും സുരേഷ് സാറും പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ഹരിത സഞ്ജീവനി ഉപയോഗിക്കേണ്ട വിളകൾ: വാഴ, മാവ്, കശുമാവ്, ജാതി, ഏലം, ഗ്രാമ്പു, തെങ്ങ്, കവുങ്ങ്, മാതളം, മുന്തിരി, ഓറഞ്ച്, ആത്ത, സപ്പോട്ട, നാരകം. 500 ഗ്രാം 1 ഏക്കറിന്. അളവ് 2. 500 ഗ്രാം പൂക്കൾ ഉണ്ടാകുന്ന സമയത്തും പ്രയോഗിക്കണം. വിള തുടങ്ങുന്നതിന് മുമ്പും ഇത് ഉപയോഗിക്കാം കേട്ടോ. പൂക്കൾ ഉണ്ടായി കഴിയുമ്പോഴും ഉപയോഗിക്കാം. അപ്പൊ ഒന്നും കൂടി പൂക്കൾക്കൊക്കെ നല്ല വളർച്ച കിട്ടും. വെണ്ട, വഴുതന, തക്കാളി, മുളക്, പപ്പായ, ക്യാരറ്റ്, പാവല്, വെള്ളരി, മത്തൻ. 500 ഗ്രാം 1 ഏക്കറിന് ചെടി നടുന്ന സമയത്തോ 30 ദിവസത്തിനുള്ളിലോ ഇത് ഉപയോഗിക്കാം കേട്ടോ. ചെടി നടുന്ന സമയത്ത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞും ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും നല്ല എഫക്റ്റ് ആയിരിക്കും ചെടിക്ക് കിട്ടുന്നത്. പരീക്ഷിച്ച് നോക്കിക്കോ, അത്ര റിസൾട്ടാണ് ഇത്. ഇഞ്ചി, മഞ്ഞള് ചെടി നടുന്ന സമയത്തും ആദ്യ പ്രയോഗം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കണം ഈ ഇഞ്ചി മഞ്ഞളിനൊക്കെ കേട്ടാ. അടുത്തതാണ് ഫ്രൂട്ട് സ്പെഷ്യൽ. എല്ലാ പഴവർഗ്ഗങ്ങളുടെയും ആവശ്യം കണക്കിലെടുത്ത് അതിനൂതന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്തത്. ആവശ്യമായ പോഷകങ്ങൾ യഥാസമയം കൃത്യമായി ആഗിരണം ചെയ്യാൻ സഹായിക്കും. ആവശ്യമായ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. 100% ജൈവ ഘടകങ്ങൾ അടങ്ങിയതും വെള്ളത്തിൽ ലയിക്കുന്നതുമാണ്. ബോഡോ മിശ്രിതമോ ക്ഷാരവസ്തുക്കളോ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെ ഉപയോഗിക്കണം? 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ് മൊത്തം ചെടികളിൽ കേട്ടോ. അപ്പൊ ഇത് സ്പ്രേ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് മിക്സ് ചെയ്യണം? സ്പ്രേ മാക്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്തോളണം കേട്ടോ. അപ്പൊ കൂടുതൽ എഫക്റ്റ് ആവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഭാഗം ഇലകളിൽ പറ്റിപ്പിടിക്കും, പൂക്കളിൽ പറ്റിപ്പിടിക്കും, ബാക്കി ഒഴുകി താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തടയിടാനായിട്ട് സ്പ്രേ മാക്സും കൂടി ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ സ്പ്രേ മാക്സ് 85 1 ലിറ്ററിന് 1 മില്ലി എന്ന കണക്കിൽ കലർത്തേണ്ടതാണ്. എപ്പോൾ സ്പ്രേ ചെയ്യണം? രാവിലെ 11 മണിക്ക് മുമ്പോ വൈകിട്ട് 5 മണിക്ക് ശേഷമോ ഇത് സ്പ്രേ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയി സ്പ്രേ ചെയ്യരുത്. രാവിലെ 11 മണിക്ക്, പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ സ്പ്രേ ചെയ്തു. അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. വൈകിട്ട് 5 മണിക്ക്
ശേഷമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ ആ ശക്തമായ ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം കൂടെ സ്പ്രേ മാക്സും കൂടി ഉപയോഗിക്കണം. സ്പ്രേ മാക്സ് ഉപയോഗിക്കാതെ സ്പ്രേ ചെയ്യാം, പക്ഷെ അത് കുറെ ഒഴുകി താഴേക്ക് പോകും. സ്പ്രേ മാക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒഴുകി പോകുന്നത് തടഞ്ഞ് ഇലകളിലും പൂക്കളിലും കായ്കളിലും ഒക്കെ നല്ല അത് ഉറച്ചു നിൽക്കും. ഓക്കെ, അടുത്തതാണ് റാപ്പിഡ്. ചെടികളിൽ പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചെടികളുടെ ഇലകളിൽ നിന്ന് നീര് വലിച്ച് കുടിക്കുന്ന കീടങ്ങൾ പലതും കാണാം. ഇപ്പൊ നമ്മുടെ പാവലം, തക്കാളിയുടെ ഇലയൊക്കെ ചുരുണ്ടുപോകും, മുളകിന്റെ ഇല ചുരുണ്ടുപോകും, പീച്ചിങ്ങ പാവലത്തിന്റെ ഒക്കെ ഇലയൊക്കെ ഇങ്ങനെ ഈ വല പോലെ ഇങ്ങനെ ഇല തിന്നിങ്ങനെ നെറ്റ് പോലെയൊക്കെ കിടക്കുന്ന കാണാം. അങ്ങനെ പലതരം അസുഖങ്ങൾ നമ്മുടെ ചെടിയുടെ ഇലകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ റാപ്പിഡ് എന്ന് പറയുന്നത്. എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം. ഈ സ്പ്രേ ചെയ്ത ഇലകൾ കീടങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാതാകും. തന്മൂലം ചെടിക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷ കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഈ ചില ചെടികളുടെ ഇലകളിലൊന്നും പ്രാണികൾ വരാറില്ല, കണ്ടല്ലേ? നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ അതിന് ഇവിടെയൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വെച്ച, ശീമക്കൊന്ന, ഇങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും കേടുവരില്ല. അങ്ങനത്തെ അത്തരം ഇലകളുടെ നീര് ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ള ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അതായത് ഒരു പ്രാണി വന്നിരുന്നു കഴിഞ്ഞാൽ അവര് ആ പ്രാണി ഇത് ഈ ഇലകളിൽ ടച്ച് ചെയ്യുമ്പോൾ അതിന് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇലയ്ക്ക്, അത് ഒരു മടുപ്പ് പോലെ തോന്നും. അപ്പൊ അത്തരം മരുന്നുകൾ ഇലകൾ കൊണ്ട്, സത്തുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഇത് കേട്ടാ. അപ്പൊ തന്മൂലം ചെടിക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കാം? ഉപയോഗിക്കേണ്ട വിധം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപയോഗിക്കേണ്ടത് 1 ലിറ്റർ ശുദ്ധജലത്തില് 1.5 അല്ലെങ്കിൽ 2 മില്ലി ചേർത്ത് കലക്കണം 1 ലിറ്റർ വെള്ളത്തില്. അപ്പൊ ഈ റാപ്പിഡ് ഒക്കെ തളിക്കുന്ന കുപ്പിമേ റാപ്പിഡ് എന്ന് എഴുതിയിരിക്കണം. നമ്മളൊരു കുപ്പി എടുത്തിട്ട് ആ കുപ്പി നേരത്തെ നമ്മൾ ഹരിത സഞ്ജീവനിയുടെ 2, 3, 4 ഒരു കുപ്പിക്ക് നമ്പർ ഇട്ടു. ഇത് തളിക്കാൻ എടുക്കുമ്പോൾ ആ കുപ്പിമേ നമ്മളൊന്ന് പേരെഴുതിയിട്ടേക്കണം, റാപ്പിഡ്. അപ്പൊ റാപ്പിഡ് മാത്രമേ അതിനകത്ത് മിക്സ് ചെയ്യാവൂ. അപ്പോൾ 1 ലിറ്റർ ശുദ്ധജലത്തിൽ 1.5 2 മില്ലി ചേർത്ത് കലക്കുക. ഇലകളുടെ മുകളിലും സ്പ്രേ ചെയ്യണം, താഴെയും സ്പ്രേ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകളുടെ മുകളിൽ മാത്രം സ്പ്രേ ചെയ്യും ചില ആൾക്കാർ, പക്ഷെ താഴെ പ്രാണി ഇരിപ്പുണ്ടാവും. താഴെയും നല്ലോണം സ്പ്രേ ചെയ്യണം. അപ്പോൾ കീടബാധ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്പ്രേ ചെയ്യണം. ആവശ്യമെങ്കിൽ 15 ദിവസത്തിന് ശേഷവും വീണ്ടും സ്പ്രേ ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ എന്ത് ചേർക്കണം? സ്പ്രേ മാക്സും കൂടി ചേർത്തേക്കണം. അപ്പൊ നമ്മൾ ഈ ഇത് അവിടെ കൂടുതൽ പറ്റി പിടിച്ച് നിൽക്കും. പ്രാണികളുടെ ശല്യം അവിടെ നമുക്ക് കുറഞ്ഞു കിട്ടും. നല്ല കായ്ഫലമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഡിഫൻഡ് ഇത് സസ്യത്തിന്റെ ആന്തരിക രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പോഷക ന്യൂനതകൾ കുറവായി കാണുമ്പോൾ ബോഡി സ്കാൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ ഫുഡുകൾ എല്ലാം കൂടി അരച്ച് തേച്ച് നമ്മളുടെ മേത്ത് തേച്ചല്ല പിടിപ്പിക്കുന്നത്, നമ്മളത് അകത്തേക്ക് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഡിഫൻഡ് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിഫൻഡ് ചെടിയുടെ തണ്ടിന്റെ ഉള്ളിലേക്കും ഇലകളുടെ ഞരമ്പുകളിലേക്കും എല്ലാം ആഴ്ന്നിറങ്ങിയിട്ടാണിത് വേര് മുതൽ അങ്ങേ അറ്റം വരെ ഇത് പ്രവർത്തിക്കും. സസ്യത്തിന്റെ വേരിൽ പ്രയോഗിച്ചാൽ അത് ആഗിരണം ചെയ്ത് ഇലകളിലെത്തുകയും, ഇലകളിലാണ് ഇത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആഗിരണം ചെയ്ത് വേരിലെത്തുകയും ചെയ്യും. അതാണ് ഡിഫൻഡ് ചെയ്യുന്നത്. എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. ബയോട്ടിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കാനും തന്മൂലം പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്നു. എല്ലാത്തരം സസ്യങ്ങളുടെയും നല്ല ആരോഗ്യമുള്ള ചെടികളാക്കി ഇത് മാറ്റും ഡിഫൻഡ്. ഉപയോഗിക്കേണ്ട വിധം: 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുക. 2 ഗ്രാം
1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുക. 1 ഏക്കറിലാണെങ്കിൽ 500 ഗ്രാം എന്ന കണക്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ട്രെഞ്ചിങ് വഴി മണ്ണിൽ ഉപയോഗിക്കാം. ഗന്ധം, ബോഡോ മിശ്രിതം എന്നിവയുമായിട്ട് കലർത്താൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതും സ്പ്രേ ഇത് ചെയ്യുമ്പോൾ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ സ്പ്രേ മാക്സ് മിക്സ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. മിലാപ്പ്. എന്താണ് മിലാപ്പ്? സാധാരണ കൃഷിക്ക് എന്തും തളിക്കുമ്പോൾ മിശ്രിതത്തിന്റെ 95% വെള്ളവും 5% താഴെ മരുന്നുമാണ്. അപ്പൊ തളിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം കുമിൾനാശിനികളും തളിക്കുന്നതിന്റെ ഫലത്തെ ബാധിക്കുന്നു. ഈ ശുദ്ധമായ വെള്ളമായിരിക്കണം. അപ്പൊ തളിക്കുന്നതിന് മുമ്പ് വെള്ളത്തിന്റെ pH പരിശോധിക്കേണ്ടതാണ്. അപ്പൊ വെള്ളത്തിന്റെ pH നിയന്ത്രിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മിലാപ്പ്. ശുദ്ധമായ വെള്ളം ആക്കി മാറ്റും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതെങ്ങനെ മിക്സ് ചെയ്യണം? ഇനി ജലത്തിന്റെ pH നിയന്ത്രിക്കുന്നു. pH 7-ൽ കൂടുതലായാൽ ജലവിശ്ലേഷണം ഉണ്ടാകും. ഇതുമൂലം തളിക്കുന്ന കീടനാശിനികളുടെ സജീവ ഘടകങ്ങൾ നിർജീവമാവുകയും സ്പ്രേ വിഫലമാവുകയും ചെയ്യും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒന്ന് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കൃഷി ചെയ്യുന്ന സ്ഥലത്തെ വെള്ളമൊക്കെ ഇപ്പൊ ഈ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളമാണെന്നുണ്ടെങ്കിലോ മറ്റ് പമ്പ് ചെയ്ത് വരുന്ന വെള്ളമൊക്കെ ആണെങ്കിലും ഒന്ന് pH ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൃഷി ലാബുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്തൊക്കെ ഇനി അവർ പറഞ്ഞു തരും. ഇനി അഥവാ ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഈ വിളകളിൽ തളിക്കുമ്പോൾ മികച്ച ഫലങ്ങൾ ലഭിക്കാനായി വെള്ളത്തിന്റെ pH 4-നും 6-നും ഇടയിലായിരിക്കണം എന്ന് പറയണം. ഈ സാധനം കൂടി ചേർത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ വെള്ളത്തിന്റെ pH ശരിയല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ വെള്ളം ആ കൃഷി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഈ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും ഈ കൃഷി ശരിയാവണില്ല, ഇതിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ഇതിനെ ഹരിത സഞ്ജീവിനിയൊക്കെ ഉപയോഗിച്ചു എന്നിട്ടും ഇലകൾക്കൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടികളുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും കോട്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ മിലാപ്പ് മേടിച്ചിട്ട് ഇതങ്ങോട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് ചെടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. സംഭവം ചെടി കറക്റ്റ് ആവും. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കണം? 1/2 മില്ലി എടുക്കുക. 1/2 മില്ലി എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ പാത്രത്തിലെടുക്കുക, വെള്ളം ഒഴിക്കുക. തുടർന്ന് ഇപ്പൊ നമുക്ക് മറ്റെല്ലാ മരുന്നുകളും മറ്റെല്ലാ നമ്മുടെ ഇപ്പൊ ഹരിത സഞ്ജീവനിയാണോ ഏതാണോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എല്ലാം മിക്സ് ചെയ്ത് ഈ സ്പ്രേയറിൽ എടുത്തിട്ട് കണ്ട ഈ 1, 2, 3, 4-ാമത്തെ പടം കണ്ടില്ലേ, എല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ സ്പ്രേയറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു. സംഭവം ഓക്കെ ആവും കേട്ടോ. മണ്ണിൽ കലർത്തിയോ മറ്റു വളങ്ങളോടൊപ്പമോ വെള്ളത്തിൽ ലയിപ്പിച്ചോ ഇത് പ്രയോഗിക്കാവുന്നതാണ്. 500 ഗ്രാം 1 ഏക്കറിൽ എന്ന കണക്കിൽ പ്രയോഗിക്കാം കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ pH നമുക്ക് ലെവലാക്കാനായിട്ട് ഈ മിലാപ്പ് ഉപയോഗിക്കാം കേട്ടോ. ചെടികളുടെ വളർച്ചയ്ക്ക് നമ്മളെല്ലാ ട്രീറ്റ്മെന്റും ചെയ്തിട്ടും ചെടികളുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പോരായ്മ കണ്ടു എന്ന് തോന്നുകയാണെങ്കിൽ ആ വെള്ളം pH എന്ന് ലെവൽ ചെയ്താൽ മതി. അതിനാണ് ഈ മിലാപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇത് കിടിലൻ സാധനമാണ്. ഈ സാധനം ഒരു കിടിലൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പോഞ്ചിൽ വെള്ളം മുക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് എത്ര ദിവസം ഇങ്ങനെ നനഞ്ഞിരിക്കുന്നോ ആ ഒരു പ്രതീതിയാണ് ഈ സാധനം ചെയ്യുന്നത്. കടുത്ത വേനലൊക്കെ ഉള്ള സമയത്ത് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ എപ്പോഴും നനവ് ഒരാഴ്ചയൊക്കെ 4-5 ദിവസം ഒരാഴ്ചയൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ നനവ് നിർത്താൻ പറ്റിയ ഒരു സാധനമാണിത്. അതായത് ഒരു സ്പോഞ്ചിന്റെ പ്രവർത്തനമാണ് ഇത് ചെയ്യുന്നത്. മണ്ണിൽ ഈർപ്പം കൂടുതൽ നേരം നിലനിർത്താൻ സഹായിക്കുന്നു. ജലസേചനത്തിന്റെ ആവശ്യകത കുറയ്ക്കാൻ സഹായിക്കുന്നു. നമുക്ക് കുറേ ജലം നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ സാധനം ചെടികളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതായത് ഇതിന് പറയുന്ന പേരാണ് ജലസഞ്ചയ്. ഇത് വേരുകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. മണ്ണിലെ വേരുകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിലെ ജൈവ പദാർത്ഥവും സൂക്ഷ്മ പോഷകങ്ങളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വിളവെടുപ്പ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു.
ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സിട്രസ് പഴത്തൊലി, വാഴത്തൊലിയുടെ സത്ത്, കരിമ്പിൻ ചന്തയിൽ നിന്നുള്ള സെല്ലുലോസ്, ഇതാണ്. ഇതൊരു വളമോ കീടനാശിനിയോ അല്ല, മറിച്ച് മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുകയും മണ്ണിന്റെ ആരോഗ്യവും വേരുകളുടെ വളർച്ചയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജൈവ മണ്ണ് കണ്ടീഷണറാണ്. നമ്മുടെ ഈ ഹെയർ കണ്ടീഷണർ എന്നൊക്കെ പറഞ്ഞ് മുരിങ്ങയുടെ ഒക്കെ ഉപയോഗിക്കാറില്ലേ എന്ന് പറയുന്നത് പോലത്തെ ഒരു സംവിധാനമാണ്. ഇതൊരു മണ്ണിന്റെ കണ്ടീഷണറാണ് കേട്ടോ. മണ്ണിനും കണ്ടീഷണറായി ജലസഞ്ചയ്. ഉപയോഗിക്കേണ്ട വിധം, ഇത് കമ്പോസ്റ്റ് വളങ്ങളോ അല്ലെങ്കിൽ മണ്ണുമായോ നന്നായി കലർത്തുക. വയലിലാണെങ്കിൽ തുല്യമായിട്ട് വിതറുകയോ സീഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് പ്രയോഗിക്കുകയോ ചെയ്യുക. മണ്ണിൽ നന്നായി കലരുന്നതിനായിട്ട് വയൽ ഉഴുതൊരുക്കുക. വിതയിടയിലോ തൈയുടെ നടലോ നടത്തിയതിനു ശേഷം നിർബന്ധമായും ജലസേചനം നടത്തണം കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം നമ്മുടെ സഞ്ജീവനിയുടെ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും വെള്ളം ഉപയോഗിക്കണം. 1 ഏക്കറിന് 5 കിലോഗ്രാം ആയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടാ. അപ്പൊ ഇത് തെങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സാധനം കുറച്ച് എടുത്തിട്ട് ഇപ്പൊ 5 കിലോ 1 ഏക്കറിൽ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് എടുക്കുക. തെങ്ങിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങിന്റെ ചുറ്റും ഇതുപോലെ തോട് പോലെ തുറന്നിട്ട് അതിലിങ്ങനെ മറ്റു മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് മൂടി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഇങ്ങനെ നനവുണ്ടാവും. അതുപോലെ വാഴ, മറ്റേ റംബുട്ടാൻ, ജാതി, ഇതിനൊക്കെ ഈ രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ. വെള്ളത്തിന്റെ ഒരു അംശം എപ്പോഴും നമ്മുടെ നല്ല വേനൽക്കാലത്തും ഇത് റെഡിയാക്കി തരും. ഒരു സ്പോഞ്ചിന്റെ പ്രവർത്തനമാണ് ചെയ്യുന്നത്, അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിലൂടെ എന്ന് പറഞ്ഞ സ്പോഞ്ച് തെങ്ങിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേരൊന്നും ഓടില്ല. അതേസമയം ഇതാണ് ചെയ്യുന്നതെങ്കിൽ വേരുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വേനൽക്കാലത്ത് നല്ല വളർച്ചയുണ്ടാവും, ചെടിയൊക്കെ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കും. ഓക്കെ. അടുത്തതാണ് ഗാർഡൻ ഹരിസഞ്ജീവിനിയുടെ ഗാർഡൻ ഹെൽത്ത് കിറ്റ്. ഇതിപ്പോ നമ്മുടെ നമുക്ക് ടോപ്പുകളിൽ ഒരു കാലത്തുണ്ടായിരുന്നു, വീണ്ടും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് ഡീലേഴ്സ് എത്തിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതും ഒരു അടിപൊളി സാധനമാണ്. കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന സാധനമാണ്. ഫംഗസ് പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിനകത്ത് 3 കുപ്പികളുണ്ട്. ആ കുപ്പികളെ കുറിച്ച് വിവരിക്കാം. അതായത് എഴുതിയിട്ടുണ്ട് 3-in-1 സസ്യ പരിചരണ കിറ്റ്. വീട്ടുതോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും വേണ്ടിയുള്ള 3-in-1 സസ്യ പരിചരണ കിറ്റ്. നമുക്ക് 3-in-1 വേറൊരു സാധനമുണ്ട് ഈ നമ്മുടെ കീസോളിൽ ഉണ്ടല്ലേ, 3-in-1 തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, കവളത്തിൽ ഉപയോഗിക്കാം, കൺപോളകൾക്ക് മുകളിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെയാണ് ഇത് 3-in-1 സസ്യ പരിചരണ കിറ്റ് കേട്ടാ. ഇതിന്റെ ഉപയോഗം കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും, ഫംഗസ് പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും, ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച, പൂക്കൾ, തിളക്കം എന്നിവയ്ക്ക് സഹായിക്കുന്നു. അലങ്കാര പൂച്ചെടികൾ, പൂച്ചെടികൾ, പച്ചക്കറി തോട്ടങ്ങൾ തുടങ്ങിയ വീട്ടുതോട്ടങ്ങളിലെ വിവിധ ചെടികൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിനകത്ത് ട്രീറ്റ്മെന്റ് 1, ഇതിനകത്ത് 3 കുപ്പികളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇങ്ങനെ പെസ്റ്റ് കൺട്രോളാണ്. അതായത് ചെടികളിലെ നീര് ഊറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു 1-ാം നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കുപ്പിയുണ്ട്. ആ കുപ്പിയിലുള്ളത് നീര് ഊറ്റി, ചെടികളിലെ നീര് ഊറ്റി, അതായത് 2.5 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 7 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യാം കേട്ടാ. ഇത് മൂന്നും കൂടി ഒരുമിച്ചും വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം. അതല്ലാതെ ഓരോ ഒന്ന് എടുത്തിട്ട് 7 ദിവസം ഇടവിട്ട് ചെയ്യാം കേട്ടാ. രണ്ടാമത്തത് ചെടികളിലെ ഫംഗസ് പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അത് 1 ലിറ്റർ വെള്ളത്തിൽ 2.5 ml ചേർത്ത് സ്പ്രേ ചെയ്യുക, 7 ദിവസത്തിലൊരിക്കൽ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഈ ചെടികളുടെ ഇലയിലുള്ള ഫംഗസ് കണ്ട ഒരു വെളുത്ത പാടച്ച് കണ്ട, അപ്പൊ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. മൂന്നാമത്തത് ട്രീറ്റ്മെന്റ് ആണ് പ്ലാൻ ബൂസ്റ്റർ. ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച, പൂക്കൾ, തിളക്കം എന്നിവയ്ക്ക് സഹായിക്കുന്നു. കണ്ട ആ പൂക്കളൊക്കെ എന്ത് ഭംഗിയായിട്ട് വെക്കണമെന്നൊക്കെ, അതും ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 2.5 ml ചേർത്ത് സ്പ്രേ ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ 3-in-1 എന്ന് പറയുന്നത്. 3 കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തും സ്പ്രേ ചെയ്യാം. ഓക്കെ. അടുത്തതാണ് ഗാർഡൻ ഗോൾഡ്. ഗാർഡൻ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതെല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് വാങ്ങി ഉപയോഗിക്കാം. അത്ര നല്ല റിസൾട്ടാണ്. വിലയും കുറവാണ്. ഒട്ടും സൗകര്യമില്ലാത്ത വീടുകളിൽ പോലും ടെറസിലോ ബാൽക്കണിയിലോ മുറ്റത്തോ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ജൈവികമായി കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വിശിഷ്ട ഉൽപ്പന്നമാണ് ഇത്. മണ്ണിൽ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു, ചെടിയുടെ വേര് സമൃദ്ധമായി വളരുന്നു. ഇതിന്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. മണ്ണിൽ എപ്പോഴും മണ്ണ് നല്ല രസമായിരിക്കും, നനഞ്ഞിങ്ങനെ ഇരിക്കും. ആ ചെടിയുടെ ചോട്ടിൽ ചെന്ന് ഇത് ഉപയോഗിച്ചതിന്റെ വെള്ളമൊക്കെ ഒഴിച്ച് അതിന്റെ ചോട്ടിൽ പോയിരിക്കുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഒരു സുഖം നമ്മൾ അനുഭവിച്ചറിയണം. അതൊരു പ്രത്യേകതയാണ്. ഇലകൾക്ക് പച്ചപ്പും ആകൃതിയും കൂടുന്നു, കൂടുതൽ കായ്ഫലങ്ങൾ തരുന്നു. ഉപയോഗിക്കേണ്ട വിധം 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ഓരോ ചെടിക്കും 1-2 മാസം ഇടവിട്ട് പ്രയോഗിക്കുക. ഇത് ഏത് വളത്തിന്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. ഇതൊന്ന് സെയിൽ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ MRP 120 രൂപയുള്ളൂ, DP 103 രൂപ, PV 75. ഇത് ഒരു വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 17 രൂപ ലാഭം കിട്ടും. അതിന്റെ പർച്ചേസ് വോളിയം 75 കിട്ടും. കണ്ടോ, 103 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് കൂടുതൽ പർച്ചേസ് വോളിയം കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മൾ ഈ നേഴ്സറികള് ഈ സാധനം കൊണ്ടുപോയിട്ട് നമ്മൾ ഓരോരോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് അവരുടെ പൂന്തോട്ടങ്ങളിൽ നമ്മളിത് ഈ 50 ഗ്രാമൊക്കെ ആ ചെടികളിൽ ഇട്ട് ഉപയോഗിച്ച് കാണിച്ചൊക്കെ കൊടുത്ത് ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു വീട്ടിൽ നമ്മൾ ഒരു ഗാർഡൻ, ചില ഗാർഡനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ നമ്മളൊരു പ്രവർത്തനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർ ഇത് കൂടുതൽ പാക്കറ്റുകൾ മേടിക്കാൻ തുടങ്ങും, കൂടുതൽ പേരിലേക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മളൊരു പരീക്ഷണം, നമ്മളൊരു ഗാർഡനറായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 വീടുകളിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ 120 ഗുണം 15 1800 രൂപ. അത് DP ആകുമ്പോൾ 1545, 1800 മൈനസ് 1545, 255 രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് ലാഭം. ഒരു 15 വീട് കണ്ടുപിടിച്ചിട്ട് ആ 15 വീടുകളിൽ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നമ്മൾ തന്നെ ചെന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത് നമ്മൾ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ആ ചെടികളിൽ വരുന്ന മാറ്റം വരുത്തി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ തുളസിജിയുടെ സ്വപ്നം നമുക്ക് വളരെ സ്പീഡിൽ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഒരു വീടിന് 75 പർച്ചേസ് വോളിയം വെച്ച് കിട്ടുകയാണെങ്കിൽ 15 വീടുകളിലാകുമ്പോൾ 1125 പർച്ചേസ് വോളിയം ഒരു ദിവസം നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 30 ദിവസം നമ്മൾ ഇതേ പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ 1800 ഗുണം 30, DP 1545 ഗുണം 30, അപ്പോൾ 54,000 മൈനസ് 46,350, 7,650 രൂപ നമുക്ക് ഒരു മാസം സ്പോട്ടിൽ ലാഭം കിട്ടും. ഒപ്പം തന്നെ 33,750 പർച്ചേസ് വോളിയം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും? 6 മാസം കൂടുമ്പോൾ 5000 രൂപയുടെ ഫ്രീ സാധനങ്ങൾ കിട്ടും, 12,500 രൂപ ക്യാഷ് അവാർഡ് കിട്ടും, മാസം മാസം കമ്മീഷൻ കിട്ടും, കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കും. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് കേട്ടോ. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു വലിയ വരുമാനത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു ഗാർഡൻ ബോർഡിലൂടെ മാത്രം. ഇതിപ്പോ നമ്മുടെ ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെ സമൃദ്ധിയിലേക്ക്, ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൂപ്പ് ഫാമിംഗ് അശോകൻ സാറും ടീമും കൂടി ചെയ്ത കൃഷി, അതിന്റെ വിളവെടുപ്പ് ആണ് ഇപ്പുറത്ത് കാണുന്നത്. കണ്ട, എന്റെ ഒരു കർഷകനായിട്ട് അശോകൻ സാറ് ഒക്കെ ആ പാടത്ത് നിൽക്കുന്ന രംഗമൊക്കെ ഒന്ന് നോക്കി. അടിപൊളിയല്ലേ ഇല്ലേ? സുരേന്ദ്രൻ സാറിന്റെ വീട്ടിലെ ഒരു കപ്പ, ഈ എന്താ പറയണ, ഒരു നിസ്സാര കപ്പ ഈ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചിട്ട്
ഇത്രയും ഉണ്ടായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിലൂടെ ഒരു വീട്ടമ്മയുടെ വിജയം കണ്ട എന്തോരം പടവലങ്ങ ഉണ്ടായി കയ്യില് പിന്നെ നോക്കി. ഈ കഴിഞ്ഞ ദിവസം ഹരിത സഞ്ജീവനിയുടെ ഗ്രൂപ്പില് ഗാർഡൻ ബോർഡ് ഉപയോഗിച്ച് ഉണ്ടായ ഒരു കായ്ഫലം വാഴപ്പഴത്തിന്റെ ഇതാണ്. അത് ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇതിനകത്തേക്ക് വെച്ചു. ഇത് നമ്മുടെ അടുവാശ്ശേരി അശോകൻ സാറിന്റെ വീട്ടിലെ തക്കാളിത്തോട്ടമാണത് ഗാർഡൻ ബോർഡ് ഉപയോഗിച്ച്. അതുപോലെ അശോകൻ സാറിന്റെ ടെറസിന്റെ മുകളില് നമ്മുടെ ഒരു കൃഷിത്തോട്ടമാണ് ഗാർഡൻ ബോർഡ് ഉപയോഗിച്ച്. അവിടെയുള്ള ഒരു പൂന്തോട്ടമാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ വീട്ടിൽ ലഭിച്ച പച്ചക്കറികൾ. ആ മതിലിനോട് ചേർന്നൊരു തക്കാളി തോട്ടമാണ്. ആ ചെടിച്ചട്ടിയിൽ എൻ്റെ മോളുടെ കുട്ടിയാണ് ആ പാത്രത്തിൽ പീച്ചിങ്ങയും പാവലും തക്കാളിയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ആ മതിലിനോട് ചേർന്ന് ആ ഷീറ്റ് ഇട്ടിരിക്കുന്ന മതിലിനോട് ചേർന്ന് തക്കാളി ഉണ്ടായിരിക്കുന്നുണ്ടോ? അത് എൻ്റെ വീട്ടിലെ തോട്ടമാണ് ഗാർഡൻ ബോർഡിലൂടെ ഉള്ളത്. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങൂ. RCയിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കൂ. എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. JRC സാർ.